Good morning, students. Another university question is find the local linear approximation L of f of xy is equal to ln xy at the point P12. Compute the error in approximation f by L at the point Q 1.01, 2.01. ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം L of xy കണ്ടുപിടിക്കണം. L of xy കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? L of xy കാണാനുള്ള ഫോർമുല ആദ്യം എഴുതാം. ഫോർമുല ഇതാണ് f of x naught y naught plus f x naught y naught into x minus x naught plus fy x naught y naught y minus y naught. First we write the formula. Formula എന്താണ്? f of x naught y naught plus fx x naught y naught into x minus x naught fy x naught y naught. ഇതിൽ fx naught y naught കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ x naught y naught എന്ന പോയിന്റ് 1 2 ആണ്. 1 2 എന്നുള്ള പോയിന്റ് ആണ് x naught y naught. അപ്പോൾ x naught y naught a class 1 2. അപ്പോൾ x naught y naught ആണ് നമ്മുടെ പോയിന്റ് 1. ബാക്കി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? f of 1 2 കണ്ടുപിടിക്കണം. നമ്മുടെ ഫംഗ്ഷൻ f of x ആണ്. അപ്പോൾ ln 1 into 2 ln 2. അപ്പോൾ നമുക്ക് f of x naught y naught കിട്ടി. ഇനി ഇതിനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. fx നെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ log x ന്റെ ഡിഫറൻഷിയേഷൻ തന്നെ 1/x ആണ്. അപ്പോൾ ഇവിടെ 1/xy into x വെച്ച് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ into y into 1 x വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y into x ന്റെ ഡിഫറൻഷിയേഷൻ 1 ആണ്. അപ്പോൾ ആദ്യം 1/xy എഴുതി, പിന്നെ x വാല്യൂ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, y into 1 y വെട്ടി കളഞ്ഞു. അപ്പോൾ നമുക്ക് 1/x കിട്ടി. therefore f12 fx12 എന്ന് പറഞ്ഞാൽ എന്താണ്? x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. fx12 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. fx12 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇനി അതുപോലെ അടുത്ത് നമ്മൾ fyxy കാണാം. fyxy എന്ന് പറഞ്ഞാൽ 1/xy ആണ്. 1/xy into x into y ഡെറിവേറ്റീവ് 1 ആണ്. x വെട്ടിക്കളഞ്ഞു 1/y എന്ന് വരും. അപ്പോൾ fy12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഇതെല്ലാം കിട്ടി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ therefore L of xy എന്ന് പറഞ്ഞാൽ f of x naught y naught വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ln2 plus fx x naught y naught വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 into x minus x naught എന്ന് പറഞ്ഞാൽ എന്താണ്? x minus 1 plus fy എന്താണ് ഇവിടെ? fy എന്ന് പറഞ്ഞാൽ fy12 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 into y minus y naught എത്രയാണ്? y naught എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആൻസർ എത്രയാണ്? ln2 into x minus 1 plus 0.5 into 1 into x minus 1 plus 0.5 into y minus 2. ഇനി നമുക്ക് എറർ കണ്ടുപിടിക്കണം. എറർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് L at Q കാണാം. Q എന്നുള്ള പോയിന്റ് എത്രയാണ്? 1.01 2.01 ആണ്. ഇവിടുത്തെ x ന് y ക്ക് പകരം x ന് പകരം നമ്മൾ 2.01 1.01 എന്നും y ക്ക് പകരം 2.01 എന്നും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ln2 plus x ന് സ്ഥാനത്ത് 1.01 minus 1 plus 0.5 into y യുടെ സ്ഥാനത്ത് കൊടുക്കണം 2.01 minus 2. ഇതാണ് കൊടുത്തു കഴിയുമ്പോൾ ln2 plus 1.01 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 plus 0.5 into 2.01 minus 2 2.01 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ln2 plus 0.01 plus 0.5 into 0.01 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.005. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ln2 എന്നുള്ളതിന്റെ വാല്യൂ ലോഗരിതം ഓഫ് 2 എന്നുള്ളതിന്റെ ആൻസർ 0.69317 ആണ്. പ്ലസ് 0.1 പ്ലസ് ഇവിടെ 0.5 into 0.01 എന്ന് പറഞ്ഞാൽ 0.005. ഇത് നമുക്ക് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് L at Q കിട്ടുന്നത് എത്രയാണ്?
0.70870814 7084. അപ്പൊ L at Q കണ്ടുപിടിക്കാം. ഇനി നമ്മൾ F at Q കണ്ടുപിടിക്കാം. F at Q. F എന്ന് പറഞ്ഞാൽ എന്താണ്? ln xy ആണ്. അപ്പൊ ln xy ൽ ln x ന്റെ സ്ഥാനത്ത് കൊടുക്കണം 1.01 into y യുടെ സ്ഥാനത്ത് കൊടുക്കണം 2.0. അപ്പൊ F at Q കിട്ടി. F at Q കിട്ടി. അപ്പൊ നമുക്ക് അത് ഗുണിച്ചു കഴിയുമ്പോൾ ln into 2.0301. അപ്പൊ L at Q കിട്ടി, F at Q കിട്ടി. Therefore എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എറർ ഈസ് ഈക്വൽ ടു 0.70814 മൈനസ് ln 2.030. ഇത് കുറച്ച് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ എറർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ L of x എന്നുള്ളത് ഫോർമുല എഴുതുക. ഫോർമുല എന്താണ്? f of x0 y0 plus fx into x0 y0 into x minus x0 plus fy into x0 y0 into y minus y0. ഇതാണ് നമ്മുടെ L of x യുടെ ഫോർമുല. ആദ്യം നമ്മൾ ഫോർമുല എഴുതി വെച്ചു. ഫോർമുല എഴുതിയതിനു ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് f of xy തന്നിട്ടുണ്ട്, ln xy തന്നിട്ടുണ്ട്. ഈ x0 y0 എന്നുള്ള പോയിന്റ് എന്താണ്? 1 2 എന്നുള്ളതാണ് x0 y0. x0 1 ഉം y0 2 ആണ്. അപ്പൊ f of 1 2 കണ്ടുപിടിക്കുക. f of x0 y0 ആയി. അതിനുശേഷം f നെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് 1/x കിട്ടും. fx 1 2 കണ്ടുപിടിക്കുക. f നെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ fy xy കിട്ടും. അപ്പൊ fy 1 2 കിട്ടി. അപ്പൊ 0.5 ആൻസർ കിട്ടി. അപ്പോ L of xy നമുക്ക് L of xy യുടെ ആൻസർ നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് f of x0 y0 കിട്ടിയിട്ടുണ്ട്, fx x0 y0 കിട്ടിയിട്ടുണ്ട്, fy x0 y0 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L of xy യുടെ ആൻസർ ln2 plus x minus 1 plus 0.5 into y minus 2. അപ്പൊ L at Q എന്ന് പറഞ്ഞാൽ എന്താണ്? L of xy എന്ന് പറഞ്ഞാൽ ln2 plus x minus 1 plus 0.5 into y minus 2 ആൻസർ. ഇനി നമ്മൾ L at Q കാണും. L at Q കാരണം എറർ കാണാനായിട്ട് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് കണ്ടുപിടിച്ചത്. ഇനി എറർ കാണാനായിട്ട് Q എന്ന് പറഞ്ഞാൽ പുതിയൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് എന്താണ്? 1.01 2.01. ആ പോയിന്റ് ഉപയോഗിച്ച് L at Q കാണാം. ഈ എക്സിന് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ F at Q കാണാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ആ ഡിഫറൻസ് ആണ് നമ്മുടെ എറർ ആയിട്ട് വരുന്നത്. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.